ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എന്തോ ഒരു ആഗ്രഹം ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു ആഗ്രഹം എന്താണ് എന്ന് നോക്കാനാണ് ഈ റീഡിംഗ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പോഴോ എന്തോ അതോ പകുതി ഉറക്കത്തിലോ എന്തോ ഒരു ആഗ്രഹം ആഗ്രഹിച്ചു. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അത് പോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും മൂവി കണ്ടിട്ട് എൻ്റെ ലൈഫ് അതേപോലെ മൂവിയിലുള്ളത് പോലെ ആയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് അവരുടെ ലൈഫ് പോലെ ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പല കാര്യങ്ങളും നല്ലതായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്താണോ ചിന്തിച്ചത് അത് മാനിഫെസ്റ്റേഷൻ ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷ് എന്താണോ അത് നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നില്ലായിരിക്കാം. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങൾ കുറേ പ്രാവശ്യം പ്രാർത്ഥനകൾ ചെയ്തു, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അത് പ്രാർത്ഥന ചെയ്യാനും മടിക്കുന്നു. കാരണം നിങ്ങൾ വളരെയധികം തളർന്നു പോയി പ്രാർത്ഥന ചെയ്ത് ചെയ്ത് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷനൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത് വേണം അത് വേണം അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, അല്ലാതെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ എന്ത് നിങ്ങൾ വിചാരിച്ച കാര്യമായാലും അത് ഉറപ്പായിട്ടും നടക്കും. അതൊരിക്കലും പാഴായി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നല്ലത് മാത്രം ചിന്തിക്കണമെന്ന്. ചില സമയം നമ്മൾ എന്താണോ തെറ്റായിട്ട് ചിന്തിക്കുന്നത് അത് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെയാണ് നമ്മളുടെ ഊർജ്ജം ഭയങ്കര ഹൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ തെറ്റ് ചിന്തിക്കുമ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഊർജ്ജം നമ്മൾ എപ്പോഴാണ് ഹൈ ആയിട്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഭാഗം പറയാനൊന്നും ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. അവർ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി പറയും നിങ്ങൾ തെറ്റുകാരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടായിരിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ തെറ്റ് ചെയ്തു, ശരി കുഴപ്പമില്ല, ഞാൻ അന്ന് തെറ്റുകാരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും മിണ്ടായിരിക്കും. ഇതേ സെയിം ഒരു നിശബ്ദതയാണ് ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ ഒരു പിറകെ പോവാതെ നിങ്ങളിപ്പോൾ നിശബ്ദമായിട്ടിരിക്കുന്നത്. മുമ്പ് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളുടെ പിറകെ പോയി ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ദൈവത്തിനോട്. ഇവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് സമയം നിശബ്ദമായിട്ടിരുന്ന് നോക്കൂ. ആ ഒരു സമയം കാര്യങ്ങൾ മാറുന്നതാണ്. ഇവിടെ ഈ കഴിഞ്ഞു പോയ സമയം നിങ്ങൾക്ക് കൂടുതലായിട്ട് മൂണിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഫുൾ മൂൺ പോലത്തെ ആ ഒരു ചന്ദ്രൻ, ഇല്ലെങ്കിൽ അർദ്ധചന്ദ്രൻ, അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ടുള്ള ആ ഒരു ചന്ദ്രൻ്റെ ആ ഒരു ഇതില്ല അതിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാകാം. ഈ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുന്നതിൻ്റെ ആ ഒരു സൂചനയാണ് ഈ ഒരു ഫുൾ മൂണ് നിങ്ങൾ കാണുന്നത്, അർദ്ധ മൂൺ കാണുന്നതൊക്കെ. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു തളർച്ച തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ നടക്കാതെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തളർച്ച തോന്നുന്നത്. ഇനി എനിക്ക് വയ്യ, ഞാൻ തളർന്നു പോയി ദൈവമേ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നടന്നു കാണുമ്പോൾ ഈ ഒരു തളർച്ചയെല്ലാം നിങ്ങൾക്ക് മാറുന്നതാണ്. ചില ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞോ അറിയാതോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേരെ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ചില ആൾക്കാർ അതും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളിപ്പോൾ ഗോ വിത്ത് ഫ്ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരധികം ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ്. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഈശ്വരൻ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ ആരിലും ഒരു പ്രതീക്ഷയും വയ്ക്കാതെ ഗോ വിത്ത് ഫ്ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ പോകണം. കാരണം മറ്റുള്ളവരിൽ പ്രതീക്ഷ വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാതെ വരുമ്പോൾ വിഷമവും സങ്കടവും എല്ലാം വരുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിൻ്റെ പിറകെ പോകുന്നില്ല. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു സ്റ്റൈലാണ് നിങ്ങൾക്കിപ്പോൾ. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഇവിടെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളോട് ഇറെസ്പെക്റ്റായിട്ടായിട്ട് പെരുമാറരുത്, അത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി നിന്ദ സഹിച്ച ആളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം മാത്രം സഹിക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ദുഃഖം പ്രാപ്തമാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്രാപ്തമാക്കാനുള്ള സുഖമാണ്, അത് ഉറപ്പായിട്ടും നിങ്ങൾ പ്രാപ്തമാകുന്നതാണ്. നിങ്ങൾ എപ്പോഴും അവെയറായിട്ടിരിക്കുക, ഗോ വിത്ത് ഫ്ലോയിൽ പോകുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് തരാൻ പോകുന്ന നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ആ ഒരു ബലമാണ്.
ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ എന്തോ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്താണോ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം അത് 9 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 9 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ 9 നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ഐസൊലേഷൻ ആയ സ്ഥിതിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുന്നില്ലേ? ആ ഒരു നിശബ്ദതയുടെ ആ ഒരു ഉത്തരം ഈശോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതാണ്. ഇവിടെ നിങ്ങളോട് ഈശ്വരൻ പറയുന്നത് ഇനിയും പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇനിയും പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട് ദൈവത്തിന്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, എന്ത് സാഹചര്യമായാലും ലൈഫിൽ അവിടെ നിങ്ങൾക്ക് അപകടം സംഭവിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഇനി ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്ക് ഹാനികരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ന്യായം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആരെങ്കിലും നിങ്ങളോടിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ശാന്തമായിട്ടിരിക്കുക. കർമ്മ ഉറപ്പായിട്ടും റിട്ടേൺ ഉണ്ടാവുന്നതാണ്. അവർ നിങ്ങളോട് എന്ത് തെറ്റാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു കർമ്മഫലം അവർക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. കാരണം നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്, പക്ഷെ ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. കാരണം കുറേ പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്തു, എന്നിട്ട് ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ? അങ്ങനെ തളർന്നിരിക്കുകയാണ് നിങ്ങൾ ഒറ്റപ്പെട്ട്. ഇവിടെ നിങ്ങൾ അമ്പലത്തിൽ പോയാലും ഒന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒന്നും പ്രാർത്ഥിക്കാതെ തന്നെ എൻ്റെ അവസ്ഥ ഈശ്വരന് അറിയാമായിരിക്കുമല്ലോ, അപ്പോൾ അത് ഈശ്വരൻ തരുന്നെങ്കിൽ തരട്ടെ എന്നും പറഞ്ഞാണ് നിങ്ങൾ ഒന്നും പ്രാർത്ഥിക്കാതെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വരുന്നത്. ഞാൻ എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ മാത്രം ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്തോ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സൈലൻ്റായിട്ട് തന്നെ ഇരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏതോ ഒരു പ്രോബ്ലത്തിലായതുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ ഒത്തിരി വിചാരങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവെയറായിട്ടിരിക്കുക. എന്തായാലും ഒരു പ്രോബ്ലം ഇവിടെ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും 2 പക്ഷികളായിരിക്കും കാണാൻ സാധിക്കുന്നത്, ജോഡിയായിട്ടിരിക്കുന്നത്. അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ശിവശക്തിയുടെ ആശീർവാദം നിങ്ങളുടെ മേലുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ധർമ്മസങ്കടത്തിലാകുന്ന ആ ഒരു സ്ഥിതി ഒരിക്കലും വരാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് ഈശ്വരനോട്. കാരണം അത്രമാത്രം നിങ്ങൾ ധർമ്മസങ്കടം പാസ്റ്റിൽ സഹിച്ച ആളാണ്. അപ്പോൾ ഇനിയുള്ള സമയത്തെങ്കിലും ഇങ്ങനെ ഭയങ്കര ആഴത്തിലുള്ള ആ ഒരു ധർമ്മസങ്കടം എനിക്ക് ഉണ്ടാവരുതേ എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും വിചാരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ഈശോനോട് കൈയെടുത്ത് കുമ്പിട്ട് പറയുകയാണ്, ദൈവമേ എന്നെ ഇങ്ങനെയുള്ള ആ ഒരു സ്ഥിതിയിൽ കൊണ്ട് ഇടല്ലേ, എനിക്ക് വയ്യ അങ്ങനൊരു സ്ഥിതിയിൽ ജീവിക്കാനെന്ന് നിങ്ങൾ പറയുകയാണ്. കാരണം അത്രമാത്രം നിങ്ങൾ സങ്കടം സഹിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതികൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ധർമ്മസങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശരിയായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ തെറ്റായ വ്യക്തിയല്ല. നിങ്ങൾ ചിന്തിക്കുന്നതും ശരിയാണ്. പക്ഷേ സാഹചര്യം എന്ത് ചെയ്യാനാണ്? ഈ രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതായത് ഒന്നുകിൽ ഒന്ന് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ. ഇവിടെ ഇത്രയും ധർമ്മസങ്കടത്തിൽ എന്നിട്ട് പോലും നിങ്ങൾ നല്ലത് മാത്രമാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം എന്താണോ അത് നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഇതല്ലേ ദൈവമേ ഞാൻ നേരത്തെ ആഗ്രഹിച്ച് അത് നടന്നല്ലോ എന്ന്. ഇതിനെയാണ് നമ്മൾ മിറാക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു മിറാക്കിൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ്റെ പവർ എന്താണ്, ഓറയുടെ പവർ എന്താണ്, അതൊക്കെ നിങ്ങളെ അറിയിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ്. നിങ്ങളുടെ വിഷ് എങ്ങനെയാണ് ഏഞ്ചൽസിൻ്റെ അടുത്ത് എത്തിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നത്, അതിനുള്ള ടെക്നിക്സ് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള വീഡിയോസ്.
ഇല്ല എങ്കിൽ ഭദ്രകാളി അമ്മ എങ്ങനെയാണ് അസുരന്മാരെയൊക്കെ വധിച്ചത്, അവരുടെ പവർ, അമ്മയുടെ പവർ എന്താണ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള ആ ഒരു രീതിയിലുള്ള വീഡിയോസ് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ ഇങ്ങനെ ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ആ ഒരു ത്വര നിങ്ങളുടെ ഉള്ളിൽ ഇനി വരാൻ പോകുന്ന സമയം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊർജം അങ്ങനെ പവിത്രമാവാൻ പോകുന്നു. അങ്ങനെ പവിത്രമാകുമ്പോൾ ഡിവൈനിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ഇല്ലയെന്ന് പറയുന്നില്ല, ദേഷ്യമുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലയെന്ന് പറയുന്നില്ല, പ്രതീക്ഷയുണ്ട്. ആ ഒരു ഇതിലാണ്, ഗോ വിത്ത് ഫ്ലോയിലാണ് നിങ്ങൾ പോകുന്നത്. കാരണം പ്രതീക്ഷയില്ലെങ്കിൽ ജീവിക്കാൻ ഒരു സുഖം ഉണ്ടാവത്തില്ലല്ലോ. നമ്മൾ ഈശോനിലല്ലേ ഒരു പ്രതീക്ഷ വച്ചേക്കുന്നത്. മനുഷ്യന്മാർ നമ്മുടെ ഓരോ വഴിയും അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോനല്ലേ നമുക്ക് വേറൊരു വഴി തുറന്നു തരുന്നത്. ഇവിടെ നമുക്ക് ദേഷ്യപ്പെടാനും നമ്മുടെ വിഷമം പറയാനും നമുക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും എല്ലാമുള്ള മാർഗം ഈശോനാണ്. അപ്പോൾ ഈശോനല്ല പിന്നെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കരമായിട്ട് ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റൊരാളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് നല്ല കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥിതിയിലാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. അതായത് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിരിക്കുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ദൈവമേ എന്ന്. നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മുന്നോട്ട് പോവാനാണ് ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ദൈവത്തിൻ്റെ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ചില ആൾക്കാർ രണ്ട് പ്രശ്നത്തിൽ ഇങ്ങനെ ഏത് ചൂസ് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനിലായിരിക്കുന്ന സിറ്റുവേഷനിലാണ് ചില ആൾക്കാർ. അവിടെ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും അതിലൊരു പരിഹാരം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രശ്നം എന്താണോ അതിൽ നിങ്ങളിങ്ങനെ അകപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നത്തിൽ തന്നെ അകപ്പെട്ട് കിടക്കുകയാണ് നിങ്ങൾ. ആ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയവും മനസ്സും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കേണ്ട ആ ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾ ഹൃദയം പറയുന്നതും കേൾക്കത്തില്ല, മനസ്സ് പറയുന്നതും കേൾക്കത്തില്ല. കാരണം രണ്ടും രണ്ട് ഡയറക്ഷനിലായിരിക്കും. ഹൃദയം ഒന്ന് പറയും, മനസ്സൊന്ന് പറയും, അങ്ങനെ. അതായത് ഹൃദയം നിങ്ങളോട് ഇത് പറയും, മനസ്സ് നിങ്ങളോട് അത് പറയും. അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വിഷമിച്ച് സ്റ്റക്കായിട്ടിരിക്കും. നിങ്ങൾ ശിവശക്തിയുടെ ആ ഒരു സ്തോത്രം കൂടുതലായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. അർദ്ധനാരീശ്വര സ്തോത്രം ഉണ്ട്, അത് കേൾക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഓം നമഃശിവായ പറഞ്ഞാലും മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകാഗ്രത കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മാർഗമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്ന്. ഇവിടെ രണ്ട് വഴിയിലേക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സും ഹൃദയവും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഏകാഗ്രത തകർന്നു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത കിട്ടണമെങ്കിൽ നിങ്ങൾ ഓം നമഃശിവായ മന്ത്രം അല്ലെങ്കിൽ ശിവശക്തിയുടെ മന്ത്രം ജപിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രോബ്ലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എങ്കിൽ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആകുന്നതാണ് ഉടനെ തന്നെ. ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഏതോ നല്ല കർമ്മം ഈ ഒരു പ്രോബ്ലത്തിനെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി മുഖേന ആയിരിക്കാം നിങ്ങൾക്ക് ഇത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ഭഗവാനോട് വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് മോശം കർമ്മം ചെയ്തിട്ടാണോ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു ആളോടെ ജീവിക്കേണ്ടി വന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ മോശം അനുഭവം ഫേസ് ചെയ്യേണ്ടി വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിസ്റ്ററി പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു സിനിമ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഒരു മിസ്റ്ററി ടൈപ്പിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അത് ചിലതൊക്കെ പാസ്റ്റ് ലൈഫ് കർമ്മ തന്നെയാണ്. അതാണ് ഓരോ സമയത്തും ട്രിഗർ ചെയ്തിട്ട് നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നതാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മുന്നേ ഡ്രീമൊക്കെ സെറ്റ് ചെയ്ത് വച്ച് എനിക്ക് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ആളല്ല നിങ്ങൾ. ഇപ്പോഴത്തെ ആ ഒരു നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, ഒരു സ്വപ്നവും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല. ഗോ വിത്ത് ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ ഇത്ര മാത്രമാണ് വിചാരിക്കുന്നത്. ഉള്ളതൊരു ലൈഫാണ്. ആ ഒരു ലൈഫ് നല്ലതുപോലെ ജീവിക്കാൻ സാധിക്കണം സന്തോഷമായിട്ട്. എൻ്റെ ജോലികളൊക്കെ നല്ല രീതിയിൽ നടക്കണം. ഇടത്തും ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അത്ര മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിക്ക് എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയണം. അതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറച്ചൊന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ. ഇങ്ങനെ ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശൂന്യമായ അവസ്ഥയായിരിക്കും. ഒരു ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. മറ്റുള്ളവരിൽ പ്രതീക്ഷയോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് നമ്മുടെ ആ ഒരു ജോലി എന്താണോ അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം കൂടുകയും ചെയ്യും. അപ്പോൾ മനഃപൂർവ്വം ദൈവം നമ്മളെ ഇങ്ങനൊരു സ്ഥിതിയിൽ ഇരുത്തുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ ആ ഒരു ശബ്ദം എന്താണോ അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതും നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉറപ്പായിട്ടും പൂർണ്ണമാകുന്നതാണ്. കാരണം നിങ്ങളിൽ പല ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങൾ വച്ചിട്ട് ആ ആഗ്രഹങ്ങൾ നടന്നാൽ ഇന്ന് ഇവിടെ പോവാം അവിടെ പോവാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എവിടെയാണോ നേർന്നത്, ഇന്ന ആഗ്രഹം സാധിച്ചാൽ ഞാൻ ഇവിടെ പോവാം ദൈവമേ എന്ന് പറഞ്ഞ് നേർന്നത് എവിടെയാണോ അവിടെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പവിത്രമായിട്ടുള്ള കോവിലിലോ പള്ളിയിലോ എവിടെയാണോ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് പോയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ സ്ട്രെസ്സ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചു. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിലെ പ്രോബ്ലം വളരെ വലുതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഒരു ബലൂണ് വീർപ്പിച്ച് വയ്ക്കുമ്പോൾ ആ വീർത്തിരിക്കുന്ന ബലൂണിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പിന്നിട്ട് കുത്തുമ്പോൾ ആ പ്രോബ്ലം എല്ലാം അവസാനിക്കുന്നു. അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിലും. യൂണിവേഴ്സ് നിങ്ങളുടെ പ്രോബ്ലത്തിനെ എല്ലാം ഇല്ലാതാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ ഇത്രമാത്രം പ്രോബ്ലം അനുഭവിക്കുന്നു, നാളെ നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കുമെന്ന്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല, വീണ്ടും വിഷമിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, പ്രോബ്ലങ്ങൾ അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വിഷമിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രോബ്ലം അവസാനിക്കുമെന്നാണ്. വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള വീഡിയോസ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ, അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടാകും. കൂടാതെ ആ ഒരു വീഡിയോയിലോ ആ ഒരു മൂവിയിലോ കാണുന്നത് പോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യും. അത് പെട്ടെന്ന് സത്യമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത്, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക എന്ന്. നിങ്ങളുടെ കൂടെ സഡനായിട്ട് ന്യായം സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ന്യായവും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്ന് നോക്കിയാൽ ചില വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ന്യായം ലഭിക്കുന്ന രീതിയിലുള്ള. ഇല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സ് നിങ്ങൾക്ക് വരുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കിൽ നിങ്ങൾ ന്യായം ലഭിക്കുന്ന രീതിയിലുള്ളത് വായിക്കുന്നു. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ്, അങ്ങനെയുള്ള മൂവീസ്, അങ്ങനെയുള്ള ബുക്ക് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നു. അതായത് രാമായണവും മഹാഭാരതവും ഒക്കെ അതിൻ്റെ ആ ഒരു എക്സാമ്പിളാണ്. നിങ്ങളുടെ ലൈഫിലും അതേപോലെ ഈശ്വരൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ തോന്നുന്നു. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് തെറ്റ് ചെയ്തു. ആ ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു ശിക്ഷ കൊടുത്തു. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ആ ഒരു നിർദോഷമായിട്ടുള്ള വ്യക്തി ഞാനായിരുന്നു, എന്നെയായിരുന്നു ശിക്ഷിച്ചത്, എനിക്കാണ് ന്യായം ലഭിച്ചത്. അങ്ങനെ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. ഇത് നിങ്ങളുടെ ഊർജ്ജമാണ്. നിങ്ങളുമായിട്ട് ആ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം തന്നെയാണത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളും വരും. അതായത് ഒരു വ്യക്തി ആദ്യം തോറ്റു കൊടുക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ, കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വ്യക്തി വിജയിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളതും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. ഒരു വ്യക്തി ആദ്യം തോറ്റു പോകുന്നു, പിന്നെ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ്ങിലോട് കൂടി അവർ വീണ്ടും വിജയിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. മിറർ എനർജി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2992 അങ്ങനെയുള്ള നമ്പേഴ്സ് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ പെട്ടെന്ന് സഡനായിട്ട് ഒരു മിറാക്കിൾ സംഭവിച്ച് എല്ലാം വീണ്ടും ഒന്നേന്ന് തുടങ്ങും. ഒരു മിറാക്കിൾ സംഭവിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കൂ.
അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ട് എന്ന്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ കണ്ടപ്പോഴായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടായിരുന്നു, സിനിമ കണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ബുക്കുകൾ പഠിച്ചായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലോ, ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്നുണ്ടെങ്കിലോ, നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ആ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ആവുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഹീലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ, ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള മൂവി കാണാനൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ തന്നെ സ്വയം ഹീലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുകയാണ് എന്ന്. ചില ആൾക്കാർ സീരിയൽ കാണും, സീരിയലിലും അങ്ങനെയുള്ള വിഷ്വൽസ് ഉണ്ടാകും. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ന്യായത്തിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ന്യായം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നതാണ്. ഇവിടെ സന്തോഷത്തെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, സ്നേഹത്തെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. ചില ആൾക്കാർ മാരേജ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ മാരേജ് നല്ലതായിട്ട് നടക്കണം, എൻ്റെ കരിയർ നല്ല സ്റ്റേബിൾ ആവണം, ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. നിങ്ങൾ മാരേജ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മാരേജ് ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മാരേജിന് ഡിവൈൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു മാരേജ് ഒരിക്കലും മോശം അവസ്ഥയിലേക്ക് പോകത്തില്ല. കുറച്ചൊന്ന് കുഴപ്പങ്ങൾ വന്നാലും ലാസ്റ്റ് എല്ലാവരുടെയും ആ ഒരു ആശീർവാദത്തോടെ മാരേജ് നടക്കും. ഇതിനായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ കിട്ടണം. അതായത് നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു പേഴ്സണായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കാൻ കാരണം ധനസംബന്ധമായിട്ട് എന്തോ ഒരു പ്രോബ്ലം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം, അത് നടക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്തത്, ഗോ വിത്ത് ഫ്ലോയിൽ പോകണം, ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഗീവ് അപ്പ് ചെയ്തത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്താൽ അത് വളരെ തെറ്റായ കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഉറപ്പായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ട് പോവുക, ഗോ വിത്ത് ഫ്ലോയിൽ സിമ്പിളായിട്ട് പോവുക. സഡനായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങൾക്ക് ആ ഒരു സഡനായിട്ട് എന്തോ തരുന്നത്. ഇവിടെ നല്ലത് ചിന്തിക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ലത് ചിന്തിക്കുക. എപ്പോഴാണ് നമ്മുടെ ലക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇവിടെ ന്യൂ മൂണിൻ്റെയും ഫുൾ മൂണിൻ്റെയും അടുത്തായിട്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കൂടുതലായിട്ടും നടക്കുന്നത് ന്യൂ മൂൺ, ഫുൾ മൂൺ, അത് ആ ഒരു ദിവസത്തിനടുത്ത ആ ദിവസത്തിലോ ആയിരിക്കും. ഇന്ന് ന്യൂ മൂൺ ആണ്, ഇന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്തോ യാദൃച്ഛികമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ നിന്ന് സന്തോഷം പുറത്തു വരുന്നതായിട്ട്, അത്രമാത്രം നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇത് ഒന്നല്ല 2 ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ജോബിനെ കുറിച്ചോ എന്തോ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ആ ഒരു കഴിവ് തന്നെയാണ് നിങ്ങൾക്ക് പ്രസിദ്ധി തരാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങളെ പേരും പ്രശസ്തിയിലേക്കും കൊണ്ടുവരും. അതായത് മറ്റുള്ളവരിൽ നിന്ന് യൂണിക്കായിരിക്കും നിങ്ങൾ. ഈ മറ്റുള്ളവർ ഒരിക്കലും നിങ്ങളെ ഇഗ്നോർ ചെയ്യത്തില്ല നിങ്ങളുടെ ആ ഒരു കഴിവ് കണ്ടിട്ട്. അതായത് നിങ്ങൾ കുറേ ആൾക്കാരുള്ള സ്ഥലത്ത് പോയാലും ആദ്യം എല്ലാവരും നോക്കുന്നത് നിങ്ങളെ ആയിരിക്കും. അങ്ങനെ ഒരു ഇത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം യൂസ്ലെസ് ആണ്, ഇതൊന്നും നടക്കത്തില്ല എന്ന്. പക്ഷെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹത്തിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, ക്രിയേറ്റിവിറ്റി കൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എത്ര റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങളുടെ എക്സ്പ്രഷൻ ഇങ്ങനെ തന്നെയായിരിക്കും. ആരോടും ഒരു ഷോ ഓഫോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇവിടെ ഒരു സമയം നിങ്ങൾ എങ്ങനെയൊക്കെ ആണ് ജീവിച്ചിരുന്നത്, പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറിയെന്ന് പിന്നെ നിങ്ങൾ ചിന്തിക്കും. അതായത് നിങ്ങൾ വിചാരിച്ചതിൽ അപ്പുറമായിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾ ജീവിക്കുമ്പോഴായിരിക്കും പഴയ ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നത്. ഞാൻ എങ്ങനെ ജീവിച്ച ആളാണ്, ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു കഴിവുണ്ട്. ആ ഒരു കഴിവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കഴിവ് പ്രയോഗിക്കുക നിങ്ങൾ. ഇത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്, എന്തിനാണ് എൻ്റെ മേൽ ഇങ്ങനെ ചർച്ചകൾ ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നു. അതിൽ ഒരു ന്യായം എനിക്ക് ഉണ്ടാവണമെന്നും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് എല്ലാവരും, മിക്ക ആൾക്കാരും ഇങ്ങനെയാണ്, എല്ലാവരെയും ചർച്ചാ വിഷയമാക്കും. പക്ഷെ അവരുടെ കാര്യം വരുമ്പോഴോ
അപ്പോഴറിയാം അവർ എന്താ ചെയ്യുന്നതെന്ന്. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക. ആരൊക്കെ നിങ്ങളെ ഗോസിപ്പ് പറയുന്നുണ്ടോ, ഗോസിപ്പ് പറയട്ടെ. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഒരു വ്യക്തി കാരണമാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കർമ്മ എന്തോ അവരുമായിട്ട് മോശമുണ്ട്. അത് കാരണം ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. അവർ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ അവരുടെ കൺട്രോളിലിരിക്കണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ചില സമയം നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവം മനസ്സിലാകുന്നില്ല. അതായത് നിങ്ങളെ മുന്നോട്ടും പോകാൻ സമ്മതിക്കുന്നില്ല, നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിടുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ. അതായത് ഒരു ജയിലിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ഇവിടെ നിങ്ങളുടെ വിലപ്പെട്ട ടൈം എല്ലാം ഈ ഒരു വ്യക്തി കാരണം മോശമാകുന്നു. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അവർ ഈ രീതിയിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ നിങ്ങളും കൺഫ്യൂഷൻ ആകുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളെ ആരാണോ ഇങ്ങനെ ബന്ധനത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് വരുന്നതാണ്. ഇവിടെ എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന, അത് നിങ്ങൾ മുഖേന തന്നെ സോൾവ് ആകുന്നതാണ്. മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ലഭിക്കും. അതായത് എനിക്ക് എങ്ങനെ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാമെന്നുള്ള സൊല്യൂഷൻ ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ മോശം ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും നിങ്ങൾ മാറ്റരുത്. അതായത് നിങ്ങൾ എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഫോക്കസ് എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, അതിലേക്ക് പോകുന്നതിന് ആരൊക്കെ തടസ്സം നിങ്ങളെ വഴിയിൽ സൃഷ്ടിച്ചാലും അതിലൊന്നും നിങ്ങൾ വീണു പോവാതെ ആ ഫോക്കസ് എന്താണോ അതിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. യൂണിവേഴ്സ് ഉറപ്പായിട്ട് അത് നടത്തി തരുന്നതാണ്. കാരണം നമ്മൾ ഒരു ലക്ഷ്യത്തിൽ പോകുമ്പോൾ ഇതേപോലെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പല ആൾക്കാരും നമ്മുടെ ഇടയിൽ വരും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇവിടെ ആരൊക്കെ നിങ്ങളെക്കുറിച്ച് തെറ്റായി പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഒന്നും പറയാതെ തന്നെ ദൈവത്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിളി ദൈവം കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നല്ലതായിട്ട് വയ്ക്കുക. ഏകാഗ്രതയോടെ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ വാശിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഒരിക്കലും പാഴായി പോവത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും പാഴായി പോകത്തില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതും പാഴായി പോകത്തില്ല. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.